ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വിശേഷിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള അസുരന്മാരുടെ ആചാര്യൻ ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പറയാറുണ്ട് ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന്. ശുക്രൻ്റെ ഉച്ചക്ഷേത്ര മീനത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശുക്രനിത തൻ്റെ നീചക്ഷേത്രത്തിലേക്ക്, ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയിലാണ് ആ ഗ്രഹത്തിൻ്റെ നീചരാശി വരുന്നത്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. ഇവിടെ കന്നിയിലാണ് ശുക്രൻ്റെ നീചക്ഷേത്രം എന്ന് നിങ്ങൾ അറിയുക. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കേണ്ടത്. സ്ത്രീകൾ, ആഭരണങ്ങൾ, ഭൗതിക സുഖം, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, യാത്ര, ഓൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ്. ഭൗതിക സുഖത്തിന് എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നറിയുക. ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. പലരും സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോകും. പലരുടെയും ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് തകർന്ന് തരിപ്പണമാകും. ദാമ്പത്യത്തിൽ ധാരാളം ഈ ശുക്രൻ ഈ രാശിയിൽ നിൽക്കുന്ന, കന്നി രാശിയിൽ നിൽക്കുന്ന 32 ദിവസം കേസുകളൊക്കെ ധാരാളം വരും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോക്സോ കേസുകൾ വരിക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ദമ്പതികൾ പരസ്പരം കലഹിച്ച് കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പരസ്പരം പഴിചാരുന്ന ഒരു ദൗർഭാഗ്യകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു 32 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ശുക്രൻ എപ്പോഴാണ് മാറുന്നത്? ശുക്രൻ ഓഗസ്റ്റ് 1-ാം തീയതി മാറി. ഇനി ശുക്രൻ സെപ്റ്റംബർ 2 വരെ 32 ദിനങ്ങളാണ് ശുക്രൻ തൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത്, കന്നിരാശിയിൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നതും ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം സംഭാവ്യമാണ്. വളരെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നാം മേടരാശി മുതൽ 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പൊരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് അങ്ങേറ്റം ദുർബലമായി 8-ാം ഭാവത്തിലാണ്. മാതാവിന് വളരെയധികം അരിഷ്ടതകളുണ്ടാകും. തൻ്റെ വീട് ഒരു യഥാർത്ഥത്തിൽ വലിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. പലപ്പോഴും രോഗാദി അരിഷ്ടതകൾ കൊണ്ട് വീട് മെഡിക്കൽ ഷാപ്പാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8-ൽ ചന്ദ്രൻ വന്നാലും ശുക്രൻ വന്നാലും അതേ രീതിയിൽ അനുഭവങ്ങളാണ് ഉണ്ടാവുക. പൂർവികമായി സ്വത്ത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാരണത്താൽ പ്രയാസമുണ്ടാക്കി ഇറങ്ങി വരിക, ഇതൊക്കെ ഈ ഒരു മാസക്കാലം സംഭവിക്കും. സെപ്റ്റംബർ 7 വരെ. ദേവിയത് കുംഭൻ രാശിക്കാർ പ്രകോപിതരാകരുത്. ഇവിടെ ക്ഷമയാണ് കുംഭൻ രാശിക്കാർക്ക് വേണ്ടത്. ക്ഷമ ജയതി ന ക്രോധ. ക്ഷമ മാത്രമേ ജയിക്കുകയുള്ളൂ, ക്രോധം ഒരിക്കലും ജയിക്കുകയില്ല. നാം പലപ്പോഴും പഠിച്ചതാണ്, ഉപനിഷത്ത് സൂക്തങ്ങളാണ്. ദേവോ ജയതി നാസുര. ദേവന്മാർ ജയിക്കും, അസുരന്മാർ ജയിക്കില്ല. അതിനാൽ കുംഭൻ രാശിക്കാർ വളരെയധികം ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. ഡയാലിസിസ് പേഷ്യൻസ് ശ്രദ്ധിക്കണം വളരെയധികം. അപ്രകാരം തന്നെ വളരെയധികം ക്ലേശങ്ങൾ ഭൂമി വിഷയത്തിലായാലും കുടുംബത്തിലും സമാധാനം വളരെ കുറയും. അനാവശ്യമായ വാദപ്രതിവാദങ്ങളുടെ സമയമാണ്. അമ്മയ്ക്കൊക്കെ മുഴിച്ചലുണ്ടാക്കി വെക്കാതെ നോക്കണം. പ്രിയപ്പെട്ട എല്ലാവർക്കും കുംഭൻ രാശിക്കാർ നിർബന്ധമായും ഇവിടെ എന്ത് ചെയ്യണം? ധർമ്മദൈവ സംഘത്തിൽ ധർമ്മദൈവ പ്രീതി ചെയ്യണം. എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. തങ്ങളുടെ ധർമ്മദൈവ സംഘത്തിൽ എന്തൊക്കെയാണ് ചെയ്തത് അത് ചെയ്യണം. ഇവിടെ ശുക്രൻ അഷ്ടമത്തിൽ നീരസനായതുകൊണ്ട് രോഗശമനായ അന്നം പ്രദേയം ബഹു, നന്നായി അന്നദാനം ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. അതേ രീതിയിൽ മാനസിക ക്ലേശങ്ങൾക്ക് പരിഹാരമായി ഭാര്യാഭർത്താക്കന്മാർ ഐകമത്യം ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.